നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കമ്പനി LGS പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കിടിലം റിവിഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്. അപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി ചെക്ക് ചെയ്തോളാം, അതിനകത്ത് വീഡിയോ കിടപ്പുണ്ടേ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു 100 ചോദ്യങ്ങളാണ്. 100-ലധികം ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 2-3 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാം. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം തന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1919 ഏപ്രിൽ മാസം 13. 1919 ഏപ്രിൽ മാസം 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. റൗലറ്റ് നിയമം അഥവാ കരി നിയമം എന്നറിയപ്പെടുന്ന നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഈ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? സെയ്ഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരാണ്. സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരാണ് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത്. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറുടെ പേരെന്താ? മൈക്കിൾ ഒ ഡയർ. അങ്ങനെയെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ. ഓർക്കുക, ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ്? ഉദ്ധം സിംഗ് ആണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി. എന്നാൽ നിങ്ങളോടുള്ള ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആര്? ഒരു ക്ലൂ തരാം. ഇദ്ദേഹമാണ് INCയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക മലയാളി അല്ലെങ്കിൽ ആദ്യ മലയാളി. ആരാണ് ഇദ്ദേഹം? ചോദ്യം ഇതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആര്? താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യൂ. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് ആരാ? നമ്മുടെ ഗാന്ധിജിയാണ് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയത്. രവീന്ദ്രനാഥ് ടാഗോർ എന്താ ചെയ്തത്? സർ പദവി ഉപേക്ഷിച്ചു. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ച വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഓർക്കുക, ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ലജ്ജാവഹം, ഡീപ്ലി ഷെയിംഫുൾ എന്ന് ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ വിശേഷിപ്പിച്ചതാരാ? ഡേവിഡ് കാമറൂൺ. ഓക്കെ, അപ്പൊ ഓർക്കുമല്ലോ, റൗലറ്റ് ആക്ട് അഥവാ കരി നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. അപ്പൊ ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യം അടുത്തടുത്ത് വന്നു. ഇത് ആരുടെ വാക്കുകൾ? ഇപ്രകാരം പറഞ്ഞതാര്? മഹാത്മാഗാന്ധിയാണ് ഇപ്രകാരം പറഞ്ഞത്. മഹാത്മാഗാന്ധി. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് ആരാണ്? ഗാന്ധിജി. നമുക്ക് ഈ ഓപ്ഷൻ ബി എടുക്കാം. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് മാക്സിമം ഫാക്ട്സ് പറഞ്ഞു തരട്ടെ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തി. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാ അറിയാമോ? 1955. 1955 ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത്. ലഭിച്ച വർഷം ഏതാണ്? 1955. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ
ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ലക്കിലാണ് അവർ കണ്ടുമുട്ടിയത്. ആരൊക്കെ? ഗാന്ധിജിയും നെഹ്റുവും. നെഹ്റു അധ്യക്ഷനായ ഏറ്റവും പ്രധാനപ്പെട്ട INC സമ്മേളനമാണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. കഴിഞ്ഞ ക്ലാസ്സിൽ പൂർണ്ണ സ്വരാജ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ചത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കാണുക. 1929 ലാഹോർ കോൺഗ്രസ് സെഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1928 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു. നെഹ്റുവിനെ INC പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഓർക്കുക. ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ ആണ് ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്ന് ഓർക്കുക. ഗോഖലെ പുണ്യ നദിയായ ഗംഗയോട് ഉപമിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് ഉപമിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം ഏതാണ്? 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ഗുരുവായിരുന്നുവെങ്കിൽ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നുവെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരായിരുന്നു? MG റാനഡെ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെ? ദിനേശൻ, ജ്ഞാനപ്രകാശ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? ഈ വർഷം തന്നെ 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച അതേ വർഷം തന്നെ. ഏത് കോൺഗ്രസ് സമ്മേളനം? ബനാറസ് കോൺഗ്രസ് സമ്മേളനം. ബനാറസ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തില്ലേ? ലാഹോർ സമ്മേളനം. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണ്? കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ്. ഓർക്കുക. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് എന്ന് 1905 ജൂലൈ മാസം 20. 1905 ജൂലൈ മാസം 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ഒക്ടോബർ മാസം 16 1905 ഒക്ടോബർ മാസം 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? കഴ്സൺ പ്രഭു ആണ്. അങ്ങനെയെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയുടെ പേരെന്താണ്? ഹാർഡിഞ്ച് സെക്കൻഡ്. എന്നാ റദ്ദ് ചെയ്തത്? 1911 റദ്ദ് ചെയ്തത് എന്ന് ഓർക്കുക. അപ്പൊ ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? 1911 INC പ്രസിഡന്റ് BN ധർ ആയിരുന്നു. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ആദ്യത്തെ വനിത ചോദിച്ച ആനി ബസന്റ് ആണ്. ഇന്ത്യൻ വനിത ചോദിച്ചാൽ സരോജിനി നായിഡു. ഏത് സമ്മേളനം? 1925 കാൺപൂർ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഉൾക്കൊള്ളുന്നത്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലികാവകാശങ്ങൾ ആമുഖം എന്നിവ അമേരിക്കയിൽ നിന്ന്. മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി
1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി, അധ്യക്ഷൻ, ലോക്സഭാ സ്പീക്കർ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ? ഐക്യ കേരള കൺവെൻഷൻ 1947 തൃശൂരാണ് നടന്നത്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വർഷമേതാ? 1836. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത എന്ന വാക്കോർത്തോ. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. വർഷം അറിയോ? 2001 ആണ്. 2001. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം പാർവതി ഭായി. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായത് 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നാണ്. 1999 G20 രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഉൾപ്പെടാത്തത് പോറ്റി ശ്രീരാമലു. ബാക്കി 3 പേർ 3 അംഗ കമ്മീഷനായിരുന്നു. ഫസൽ അലി ആയിരുന്നു ചെയർമാൻ, KM പണിക്കർ മലയാളി, HN ഖുൻസ്രു. ഈ 3 പേരാണ് ഉൾപ്പെട്ടത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? പെടുന്നത് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം എന്നിവയാണ്. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ്. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൾ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കയെ. വലുപ്പത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലുപ്പത്തിൽ 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താ? സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട, കൊല്ലം ജില്ല, F ആകൃതിയിൽ കാണപ്പെടുന്നു. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്രണ്ണമാണുള്ളത്? 9 എണ്ണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ഏറ്റവും വലുത് ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാ? തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ഏറ്റവും ചെറുത് ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി പുന്നമട കായലിലാണ് നടക്കുന്നത്. വേമ്പനാട് കായൽ മാത്രമാണെങ്കിൽ അതാണ് ഉത്തരം. സ്പെസിഫിക് ആയിട്ട് പുന്നമട കായൽ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ കുത്തണം, അതാണ് ഉത്തരം. ആലപ്പുഴയിൽ വേമ്പനാട് കായൽ പുന്നമട കായൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാ? 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഇപ്പോ ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. സൗമൻ സെൻ. പരീക്ഷ നടക്കുമ്പോൾ AJ ദേശായി ആയിരുന്നു. ഇപ്പോ ആരാണ്? സൗമൻ സെൻ ആണ്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാ? സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? കേരളം ആദ്യമായിട്ട് 1973.
ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി 15ാമത് CP രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഓർബിറ്റർ. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ്? അമൃത ഷേർഗിൽ വരച്ചത് ഗ്രാമീണ ജീവിതമാണ്. ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? ചരക്ക് സേവന നികുതി 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചതാരാ? ഗോദാൻ പ്രേംചന്ദ് ആണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യയെ സൂചിപ്പിക്കുന്നു. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മികച്ച നടൻ അല്ലു അർജുൻ ആണ്. അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്ത്? കാലം സാക്ഷി. കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആതിഥേയത്വം ഇന്ത്യയാണ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ആകെ ശരിയായിട്ടുള്ളത് കോമ്പല്ല് മാത്രം. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല പയർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇതേത് അപര്യാപ്തതാ രോഗത്തിന്റെ ലക്ഷണമാണ്? കണ, റിക്കറ്റ്സ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അതാണ് ശരിയായിട്ടുള്ളത്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. മുതിയം മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാ? 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയുടെ പേരെന്താണ്? ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഓക്കെ, അപ്പൊ 100-ലധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പോസ്റ്റർ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. LDC 2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. എക്സാം കഴിയുന്നത് വരെ, അതായത് 2027 എക്സാം കഴിയുന്നത് വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ 2 വർഷം വരുന്ന ഏതൊക്കെ പരീക്ഷയാണ് ഈ ഒരൊറ്റ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഏത് രീതിയിലായാലും ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ആയാലും മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയാലും SCRT പഴയതും പുതിയതും അതുപോലെ ഫുൾ സിലബസും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ഉൾപ്പെടുന്ന പാക്കേജാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുമല്ലോ അല്ലേ? ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്